യെസ്, എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഇന്നലെ നമുക്ക് സ്റ്റീഫൻ മെൻഡോസയുമായിട്ട് ബന്ധപ്പെട്ടിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും സ്റ്റീഫൻ മെൻഡോസ ഇപ്പോൾ ഇതാ നമ്മുടെ ജെയിംസ് റോഡ്രിഗസിൻ്റെ കൂടെയും കളിക്കാൻ പോവുകയാണ്. ലിയോൺ എന്ന് പറയുന്ന മെക്സിക്കൻ ക്ലബ്ബ്, ടോപ്പ് ടയർ ക്ലബിന് വേണ്ടി ഇപ്പോൾ ജെയിംസ് റോഡ്രിഗസ് സൈൻ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ആ ഒരു ക്ലബിൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ സ്റ്റീഫൻ മെൻഡോസയും അദ്ദേഹം കൂടെ ഒരുമിച്ച് കളിച്ചിരിക്കുകയാണ്. സോ എന്തായാലും അതൊരു വേറെ ലെവൽ മൂവ്മെൻറ്റ് എന്ന് പറയണം. അതായത് അത്രയും ടോപ്പ് ഒരു താരം, അതായത് നമുക്കറിയാം കഴിഞ്ഞ കോപ്പ അമേരിക്കയിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിരുന്നു, ഏറ്റവും കൂടുതൽ അസിസ്റ്റ് എനിക്ക് താരങ്ങളിൽ ഒരാളായിരുന്നു. സോ ആ ഒരു ടോപ്പ് ലെവൽ താരത്തിൻ്റെ കൂടെയൊക്കെ കളിക്കുന്ന ഒരു താരമായി സ്റ്റീഫൻ മെൻഡോസ മാറി. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് പോയിട്ട് ഈ ഒരു ലെവലിൽ താരമൊക്കെ ആയിട്ട് മാറി. അത് വേറെ ലെവലിൽ കാര്യമാണ്. എന്തായാലും അതിനോട് മാത്രമല്ല അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ബലോട്ടിലി, അതുപോലെ പിർലോ, ലംബാർഡ്, അങ്ങനെ പറയുന്ന കുറേ താരങ്ങളുടെ കൂടെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. സോ ഒരു അബ്സല്യൂട്ട് ലെജൻഡ് തന്നെയാണ് നമ്മുടെ സ്റ്റീഫൻ മെൻഡോസ. ഇപ്പോൾ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് KP രാഹുൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, KP രാഹുൽ കഴിഞ്ഞ മാച്ചിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം മാധ്യമത്തിനോട് പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് താൻ ഇനിയും വളരെ മികച്ചൊരു ഫോമിലാകുമ്പോൾ താൻ ഉറപ്പായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുമെന്ന്. തൻ്റെ ഫാമിലിക്കും തനിക്കും എല്ലാം വളരെ വിഷമമായി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയതിൽ. ബട്ട് താൻ ഒരു വേറെ ലെവൽ ഫോമിലാകുമ്പോൾ ഉറപ്പായിട്ട് തിരിച്ചു വരുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും അദ്ദേഹം ഒരു മികച്ച ഫോമിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരട്ടെ. സോ അങ്ങനെ ആഗ്രഹിക്കുന്നു. കാരണം നമുക്കറിയാം KP രാഹുൽ എത്രത്തോളം ടാലൻ്റ് ആയിരുന്നു. ബട്ട് എവിടെ വെച്ചോ അദ്ദേഹത്തിന് എന്തൊക്കെയോ നഷ്ടമായിപ്പോയി. സോ ആ ഒരു നഷ്ടങ്ങളെല്ലാം മാറ്റി അദ്ദേഹം തിരിച്ചു വരുമെന്ന് വിചാരിക്കുക.